ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ 12.5 കിലോമീറ്റർ നീളത്തിൽ 6 വരി മേൽപ്പാലം, അതും ഒറ്റ തൂണിൽ 353 പിയറാണ് ഈ മേൽപ്പാലത്തിലുള്ളത്. ഒറ്റത്തൂണിൽ 6 വരി മേൽപ്പാലം. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നീളത്തിലുള്ളത് എവിടെ എന്ന് ചോദിച്ചാൽ ഞാനും ഉത്തരം മറക്കണ്ട. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ 353 പിയറാണ് ഈ ഒരു മേൽപ്പാലത്തിലുള്ളത്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അത്ഭുത സംഭവം നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ വരുന്നത് ഇനി അരൂർ തുറവൂർ റൂട്ടിലാണ്. നിലവിലുള്ള 4 വരി ഒരു 4 വരി ഉള്ള ഭാഗത്താണ്, അതായത് അധിക സ്ഥലമൊന്നും ഏറ്റെടുക്കാതെ ഈ ഒരു 4 വരിയിൽ ഒറ്റ തൂണിൽ 6 വരി മേൽപ്പാലം. ഏതാ പള്ളി! അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിക്കോളി. ആലപ്പുഴ കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് കൊല്ലം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം. ഈ ദേശീയപാത 66 കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ജില്ലയാണ് ആലപ്പുഴ. 88.15 കിലോമീറ്ററാണ് ആലപ്പുഴയിലെ ദേശീയപാതയുടെ നീളം കേട്ടോ. അതിൽ 3 റീച്ചുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് അരൂർ തുറവൂർ മേൽപ്പാലം, പിന്നെ തുറവൂർ തെക്ക് പരവൂർ, പിന്നെ പരവൂർ ടു കൊറ്റിക്കുളങ്ങര റീച്ച്. അങ്ങനെ 3 റീച്ചുകളിലായിട്ടാണ് ദേശീയപാത 66ൻ്റെ പണി ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഭാഗം. അതായത് ഇന്ത്യ രാജ്യം ഒട്ടാകെ, അതായത് ഇന്ത്യ രാജ്യം മാത്രമല്ല ലോകത്തിലുള്ള ആളുകൾ വരെ ഉറ്റുനോക്കുന്നൊരു ഭാഗമാണ് ഈ അരൂർ തുറവൂർ ഭാഗം. അതായത് 12.5 കിലോമീറ്റർ 12.75 കിലോമീറ്റർ നീളമാണ് ഈ മേൽപ്പാലത്തിനുള്ളത്. അത്രയും ദൂരം എലിവേറ്റഡ് ഹൈവേ, അതിങ്ങനെ 6 വരിയിലൂടെ ആകാശത്ത് കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുക, അതും ഒറ്റ തൂണില. അതും എവിടെയാണ് വരുന്നത്? ഇന്ത്യയിലെ ചെറിയൊരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ഒരു ചെറിയ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ. അപ്പോൾ ലോകത്തുള്ള ആൾക്കാർ നോക്കില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇന്ത്യയിലേക്ക് വരുന്ന ലോക സഞ്ചാരികളുടെ മനസ്സിലുള്ളൊരു മനസ്സിലുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴ ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു എലിവേറ്റഡ് ഹൈവേ വരുമ്പോൾ ഇത് ലോക ശ്രദ്ധ പിടിച്ച് പറ്റും. അപ്പോൾ ഏതായാലും ഇവിടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സാഹിത്യം പറഞ്ഞതിനിടയ്ക്ക് പണി പറയാൻ വിട്ടു. നല്ല വേഗത്തിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പം നല്ല വേഗത്തിലാണോ വേഗത കുറവുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഈ ഒരു ഭാഗത്ത് ബോർ പൈലിംഗ് നടത്തുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർ പൈലിംഗ് നടത്താൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് ഒരുപാട് പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ഗഡർ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഒരുപാട് സ്ഥലത്ത് 4-5 ഗാൻട്രി ക്രെയിൻ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അതായത് ഗഡർ എടുത്തു വെക്കുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബോർ പെയിലിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പൈൽ ടോപ്പ് നിർമ്മിക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലത്തും പല തരത്തിലുള്ള പണികളാണ്. അതായത് 12.5 കിലോമീറ്റർ ഈ മേൽപ്പാലമാണ്. അപ്പം മേൽപ്പാലത്തിൻ്റെ പണികൾ ഇങ്ങനെ തെലങ്കും പേലങ്ങായിട്ട് പല ഭാഗത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള ഭാഗത്തെ വീഡിയോ ചെയ്യുന്നത് പോലെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ളായിട്ട് തൂണിൻ്റെ മുകളിലൂടെ അല്ലേ പാലം പോകുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒക്കെ കാഴ്ച ഒന്നായിരിക്കും. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പൈൽ ടോപ്പ് കഴിഞ്ഞ് പിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു പകുതി ഭാഗത്തോളം പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിയറിൻ്റെ പണി കഴിഞ്ഞു, പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ഗഡർ എടുത്തു വെക്കുന്ന പരിപാടികൾ ഉണ്ട്. ഈ ഒരു ആകാശ ദൃശ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം പണികൾ ബാക്കിയുണ്ട്. പിന്നെ ഏറ്റവും ടാസ്ക് ഉള്ള പണി ഈ ഒരു പെയിലിങ്ങും അതേപോലെ ഈ പിയറിൻ്റെ പണിയാണ്. പിയറിൻ്റെ പണി കഴിഞ്ഞ് ഗഡർ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ പിന്നെ പണി തീരുന്ന ഇത് കാണാൻ പറ്റില്ല. കാരണം ഫട്ടാഫട്ട് പരിപാടികളായിരിക്കും. ഈ ഗാൻട്രി ക്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്, 4-5 ക്രെയിൻ ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ വന്ന് അപ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് മുട്ടും. പിന്നെ ഗാൻട്രി ക്രെയിൻ ആയതുകൊണ്ട് മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. റെയിലിംഗ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീട്ടി കൊടുത്താൽ മതി. അപ്പോൾ ക്രെയിൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടിട്ട് അവിടെ ഗഡർ എടുപ്പത്തിൽ വെക്കുക. പിന്നെ ഗഡർ പ്രീകാസ്റ്റ് ചെയ്യുന്ന പരിപാടി അത് മാത്രം നോക്കിയാൽ മതി. ഗഡർ ഇങ്ങനെ ഫട്ടാഫട്ട് ഉണ്ടാക്കി വെക്കണം. അങ്ങനെ അരൂർ ജംഗ്ഷൻ കഴിഞ്ഞ് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഗഡർ ഇൻസ്റ്റാളേഷൻ്റെ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2.5 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഗഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടികൾ കണ്ടത്. ഒരുപാട് സ്ഥലത്ത് ഗഡർ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് 3 സ്പാനിനിടയിൽ ഗഡർ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത്ര ചെറിയ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ എങ്ങനെ 7 ഗർഡർ വെക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാം സുഹൃത്തുക്കളെ. പിയർ ക്യാപ്പിൻ്റെ മുകളിൽ സി ബീം വെച്ച് അതിൻ്റെ മുകളിലാണ് ഗർഡർ വെക്കുന്നത്. ഒരു സി ബീമിൽ 7 ഗർഡറാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു ഗർഡർ വെക്കുന്ന പരിപാടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമായിട്ട് ഒരു പണിയും നടന്നിട്ടില്ല. ചില ഭാഗത്തൊക്കെ ഇപ്പോഴും പണികൾ നടന്നിട്ടില്ല. അപ്പോൾ ഏകദേശം എത്ര ശതമാനം പണികൾ കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു 25% തൂണിൻ്റെ പണികളൊക്കെ പല ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. ഗർഡർ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 30% പണികൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അതന്നെ പറയാം. ഈ ഒരു റീച്ചിൽ കേട്ടോ, ഈ അരൂർ തുറവൂർ ഭാഗത്ത് ഏകദേശം ഒരു 30-25% പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും. അതിൽ കൂടുതൽ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും നിലവിലുള്ള 4 വരിയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ പിന്നെ ആദ്യം 4 വരി ആയിരുന്നു കേട്ടോ. ആ 4 വരിയിലാണ് ഒറ്റത്തൂണിൽ 6 വരി പാലം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതാണ് പിയർ ക്യാപ്പ്. ഇത്ര ചെറിയ പിയർ ക്യാപ്പിന് മുകളിൽ 7 ഗർഡർ എങ്ങനെ വെക്കുക എന്നുള്ളൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സി ബീം വെക്കും. സി ബീം ഒരു ഇരുമ്പ് ബീം വെക്കാനുണ്ട്. പിയർ ക്യാപ്പിൻ്റെ 2 സൈഡിലും സി ബീം ജോയിൻ ചെയ്ത് അതിന് ശേഷമാണ് അതിന് മുകളിൽ 7 ഗർഡർ വെക്കുക. ഇത് കണ്ടില്ല, ഇതിൻ്റെ മുകളിലാണ് 7 ഗർഡർ വെച്ചിട്ടുള്ളത്. ഗർഡറുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ബീമും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സ്പാനുകൾക്കിടയിലുള്ള ലെങ്ത്ത് ഒരേപോലെ അല്ല, അളവിൽ വ്യത്യാസമുണ്ട്. 32 മീറ്റർ ലെങ്ത്തുള്ള സ്പാനുണ്ട്, 40 മീറ്റർ ലെങ്ത്തുള്ള സ്പാനുണ്ട്. അപ്പോൾ 32 മുതൽ 40 വരെ. അത് ചില സ്ഥലത്ത് ഇങ്ങനെ റോഡ് പൊന്തിയിട്ട് പോകുന്നുണ്ട്. ബോംബെ ആസ്ഥാനമാക്കിയിട്ടുള്ള, അതായത് മഹാരാഷ്ട്രയിലുള്ള അശോക കമ്പനിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും കേരളത്തിൽ എണ്ണച്ചറത്താറിൻ്റെ പണി നടക്കുന്ന ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനം ആദ്യമായിട്ടാണ് കാണുന്നത്. പിയർ ക്യാപ്പിന് മുകളിൽ സി ക്യാപ്പ് വെച്ച് അതിന് മുകളിൽ 7 ഗർഡർ വെക്കുക. നല്ല ഈ ഒരു സ്പാന് 38 മീറ്റർ ഉണ്ട് കേട്ടോ, 36 മീറ്റർ. ഇതാണ് റെയിൽ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിക്കൊണ്ടായാൽ മതി. അപ്പോൾ ഈ ഗാൻട്രി ക്രെയിന് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കേണ്ട പരിപാടികളൊന്നുമില്ല. പല സ്ഥലത്തും ഗാൻട്രി ക്രെയിൻ അങ്ങനെ അയച്ചു കൊണ്ടുകൊണ്ടാൻ തന്നെ 2 മാസമൊക്കെ വേണം. അപ്പോൾ ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗർഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത്. പിന്നെ പൈലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 22 മീറ്റർ മുതൽ 60 മീറ്റർ വരെ ബോർ പൈലിംഗ് ചെയ്യുന്നുണ്ട്. അതായത് 5 പൈൽ കേസ് ഒക്കെ 12 മീറ്റർ നീളമുള്ള 5 പൈൽ കേസ് വരെ പൈൽ ഗേജ് ഇറക്കി വെക്കുന്നുണ്ട്. ഇതിലിപ്പം 8 പൈലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പിയറിന് വേണ്ടി 8 പൈലാണ് ചെയ്തിട്ടുള്ളത്. പല സ്ഥലത്തും 9 പൈൽ ചെയ്യുന്നുണ്ട്. 8 കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ഇത് 28 mm കമ്പിയാണ്. അതേപോലെ 32 ആണ് കൂടുതലായിട്ടും കാണുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ളതായിരിക്കും. കാരണം 5 പൈൽ ഗേജൊക്കെ ഇറക്കി വെക്കുമ്പോൾ അതിന് മുകളിൽ ചെയ്യാനുള്ളതായിരിക്കും ഈ 28 ഒക്കെ. ഏതായാലും 32 mm ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ JSW അല്ല, JSW എന്ന കമ്പി KNR മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ KMCയും ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നു. ഇതേതാണ് പലതും പല കമ്പനിയിലുള്ള പല പേരുകളിലുള്ള കമ്പിയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 1600 കോടിയിലധികം രൂപ ചെലവിട്ടാണ് ഈ ഒരു ആലപ്പുഴയിലെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ വരുന്നത്. പല ഭാഗത്തും പിയറിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിയർ ക്യാപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിലവിലുള്ള 4 വരി ഉള്ള ഭാഗത്താണ് ഈ ഒരു പാത വരുന്നത്. അതുകൊണ്ട് നിലവിലുള്ള 4 വരി, അതായത് പഴയ 4 വരി സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, ഈ ഒരു 12.5 കിലോമീറ്ററിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ആകും, എങ്ങനെ എൻട്രി ആകും? അതൊരു ചോദ്യം തന്നെയല്ലേ. ഈ പാത കടന്നു പോകുന്ന സ്ഥലത്ത് അധികം സ്ഥലം ഏറ്റെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷൻ, അതായത് വലിയ വലിയ അങ്ങാടി ഉണ്ടല്ലോ, ആ അങ്ങാടിയിൽ കുറച്ച് ഭാഗത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടാകും. ആ സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്തായിരിക്കും എക്സിറ്റും എൻട്രി വരിക. അതായത് ഈ ഒരു 30 മീറ്റർ ഉള്ള സ്ഥലത്ത് നിന്ന് കുറച്ചധികം സ്ഥലം ഏറ്റെടുത്ത ഭാഗം ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും എക്സിറ്റും എൻട്രിയും വരും കേട്ടോ. അത് ഏതാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് മാർക്ക് ചെയ്ത് പറയാൻ കഴിയുന്നില്ല. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് അറിയില്ല. ഇവരൊക്കെ പുറത്തുള്ള ആളുകളല്ലേ, ലോക്കൽ പേര് കാര്യങ്ങളൊന്നും ഇവർക്കും അറിയില്ല. ഏതായാലും ഈ ഒരു 12.5 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഈ ഒരു 4 വരി പാത, അതിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ച് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ആ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന ഭാഗത്തൊക്കെ എക്സിറ്റും എൻട്രി ഉണ്ടാകും. അതായത് ഈ ഒരു 4 വരിയുള്ള ഭാഗത്ത് ഇവിടെ സ്ഥലം ഏറ്റെടുപ്പ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കുറച്ച് കാലം മുമ്പാണ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് 4 വരി പാതയായി നിർമ്മിച്ചത്. അതിനുശേഷം ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ വൻ ചിലവാണ്. അപ്പോൾ ആ ഒരു ചിലവ് ചുരുക്കാനും ഈ ഒരു 1600 ചില്ലാനം കോടി രൂപക്കാണ് ഈ ഒരു പാത നിർമ്മിക്കുന്നത്. അപ്പോൾ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് 6 വരി നിർമ്മിക്കുകയെന്നുണ്ടെങ്കിൽ അണ്ടർപാസ്, മറ്റേ പാസ്, ഓവർപാസ് എന്നൊക്കെ, ഓവർപാസ് ഇല്ല, അങ്ങനെ ഒരുപാട് നൂലാമാലകളും പിന്നെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ചെറിയ മഴ പെയ്താൽ വരെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും. അപ്പോൾ പല ഭാഗത്തും പാലം നിർമ്മിക്കേണ്ടി വരും. അപ്പം ഭൂപ്രകൃതി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ഥലം ഏറ്റെടുക്കാതെ പാലം നിർമ്മിച്ചതുകൊണ്ട് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. എലിവേറ്റഡ് ഹൈവേക്ക് പൈസ ചിലവാണ്, എന്തായാലും 3 മടങ്ങ് പൈസ ചിലവായിരിക്കും മറ്റുള്ള ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന ഭാഗത്തെ പണികളേക്കാൾ. ഏതെല്ലാവരും സ്ഥലം ഏറ്റെടുത്ത് നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് 30 മീറ്ററാണ് ഇപ്പോൾ നിലവിലുള്ളത്. 15 മീറ്റർ 2 സൈഡ് കൂടി എടുക്കുമ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ പോകും.
അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തു വരുമ്പോഴത്തേന് ഏകദേശം ഈ ഒരു പൈസ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും, ഒരുപാട് സ്ഥലത്ത് പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഞ്ഞ് CBയും വെച്ച് അതിന് മുകളിൽ ഗഡർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഗാൻട്രി ക്രെയിന് ഇവിടെ ഫിറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഈ ഭാഗത്തും ഇവിടെ CBയും വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഈ ഒരു സൈഡിൽ. അപ്പോൾ ഉടനെ തന്നെ ഇതിന് മുകളിലൊക്കെ ഗഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതായിരിക്കും. ഇവിടെ പെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രോളിക് പെയിലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പെയിലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് പണികൾ എളുപ്പത്തിൽ തീർക്കാം. പിന്നെ ഈ ഹൈഡ്രോളിക് പെയിലിംഗ് മെഷീൻ ഒരൊറ്റ പെയിലിംഗ് നല്ല ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 22 മീറ്ററൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് 4 പെയിലിംഗ് ഒക്കെ നടത്താം ഹൈഡ്രോളിക് പെയിലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടോ. പക്ഷേ ഇവിടെ 55, 40, 45 മീറ്ററൊക്കെയാണ് താഴ്ചയിൽ പോകുന്നത്. കാരണം മണലാണല്ലോ. ആലപ്പുഴയുടെ ഭൂപ്രകൃതി എല്ലാവർക്കും അറിയുന്നതാണ്, ഫുള്ള് മണലാണ്. അപ്പോൾ പാറ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 60 മുതൽ 22 മീറ്റർ വരെയാണ് പെയിലിങ്ങിൻ്റെ. ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. പണി നടക്കാത്ത ഭാഗമുണ്ട് കേട്ടോ. ഒരു 10% സ്ഥലത്ത് മാത്രമാണ് പണികളൊന്നും നടക്കാത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണികൾ ഇങ്ങനെ നടക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ ഏതാണെന്ന് അറിയാമെങ്കിൽ 11.6 കിലോമീറ്റർ നീളമുള്ള ഹൈദരാബാദിലെ PVNR എക്സ്പ്രസ് വേ. അതാണ് ഏറ്റവും നീളമേറിയ, ഏറ്റവും ദൈർഘ്യമേറിയ എലിവേറ്റഡ് ഹൈവേ. രണ്ടാമത്തെ UP ഗാസിയാബാദിലെ ഹിൻഡർ എലിവേറ്റഡ് റോഡ് 10.3 കിലോമീറ്റർ. മൂന്നാമത്തേത് ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റി എലിവേറ്റഡ് എക്സ്പ്രസ് വേ 9.98 കിലോമീറ്റർ. അപ്പോൾ ഒന്നാം സ്ഥാനം എന്തായി, നമ്മളെ കേരളം കൊണ്ടുപോയി. കേരളത്തിലെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. ഇനി ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് എലിവേറ്റഡ് ഹൈവേ ഇൻ ഇന്ത്യ എന്നിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ചേച്ചി നമുക്ക് പറഞ്ഞു തരും അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ 12.75 കിലോമീറ്റർ, അതും കേരളത്തിൽ. മോൻ അത് പോരെ. അപ്പോൾ ഈ ഒരു പാലം പണിയുന്നതോട് കൂടിയിട്ട് പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യമൊക്കെ വന്നേക്കാം. സുഹൃത്തുക്കളെ, ഒരു രാജ്യം ഡെവലപ്മെൻ്റ് ആകുമ്പോൾ ആദ്യം തന്നെ പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറില്ല. ഒരു രാജ്യം ഡെവലപ്മെൻ്റ് പറഞ്ഞാൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ, ആ ഒരു മാറ്റങ്ങളാണ് പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറുക. അല്ലാതെ ഈ ഒരു 1600 ചില്ലാനം കോടി പാവപ്പെട്ടവർക്ക് വീതിച്ച് കൊടുത്തുകയെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം 2 മാസം അവരെ പട്ടിണി മാറും. ആ ഒരു പട്ടിണി മാറിയിട്ട് വീണ്ടും ദരിദ്രത്തിലേക്ക് പോകും. പക്ഷേ ഇതേപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ വന്നിട്ട് രാജ്യം പുരോഗതിയിലേക്ക് എത്തിയാൽ പട്ടിണി പാവങ്ങളുടെ പട്ടിണി എന്നേക്കുമായി മാറിപ്പോകും. രാജ്യം വികസിത രാജ്യമാകും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ രാജ്യത്തെ പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചത്തിലാക്കൽ നമ്മുടെ കടമയാണ്. അതായത് ഉറങ്ങിക്കിടന്നുക എന്നുണ്ടെങ്കിൽ മെച്ചത്തിലാവില്ല. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജീവിതം നമ്മൾ മെച്ചപ്പെടുത്താൻ നോക്കുക. അല്ലാതെ ഓല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിക്കാന്നുണ്ടെങ്കിൽ മെച്ചപ്പെടലുണ്ടാവില്ല. ആ മെച്ചപ്പെടലിന് സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മാറണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, രാജ്യത്തെ ജനങ്ങൾ നന്നാവുകയുള്ളൂ. അതായത് ഓരോ പൗരന്മാരും വികസിക്കുകയുള്ളൂ. ഇനി ഈ ഒരു മേൽപ്പാലത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 1668.5 കോടി രൂപ ചെലവിട്ടാണ് രാജ്യത്തെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത്. മഹാരാഷ്ട്രയിലുള്ള അശോക കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. 353 പിയറിലാണ് ഈ ഒരു പാത വരുന്നത് കേട്ടോ. 12.75 കിലോമീറ്ററാണ് എലിവേറ്റഡ് ഹൈവേയുടെ നീളം. അപ്പോൾ അരൂർ ജംഗ്ഷന് സമീപം തുടങ്ങുന്ന പാത തുറവൂർ മഹാക്ഷേത്രത്തിന് സമീപം അവസാനിക്കും. നിലവിലെ 4 വരിപ്പാതയ്ക്ക് മുകളിലൂടെയാണ് മേൽപ്പാത കടന്നു പോകുന്നത് എന്നതിനാൽ വലിയ തോതിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതില്ല. പ്രധാന ജംഗ്ഷനുകൾക്ക് സമീപം മേൽപ്പാതയിൽ നിന്ന് വാഹനങ്ങൾക്ക് താഴത്തെ റോഡിലേക്ക് ഇറങ്ങാനും സർവീസ് റോഡിൽ നിന്ന് മേൽപ്പാതയിലോട്ട് കയറാനുമുള്ള റോഡ് നിർമ്മിക്കാനുള്ള ഭാഗത്തെ സ്ഥലം മാത്രം എടുക്കേണ്ടി വരും. നിലവിലുള്ള 4 വരിപ്പാത സർവീസ് റോഡായി മാറും. അരൂർ തുറവൂർ മേൽപ്പാത വരുന്നതോട് കൂടിയിട്ട് ഈ മേഖലയിലെ റോഡ് തകർച്ച മൂലമുണ്ടാകുന്ന ദുരിതത്തിന് പരിഹാരമാകും. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം നിലവിൽ തുറവൂർ ജംഗ്ഷൻ, കുത്തിയത്തോട് പാലത്തിന് തെക്കുഭാഗം, കുത്തിയത്തോട് ബസ് സ്റ്റോപ്പ്, കോടംതുരുത്ത്, ചന്തിരൂർ എന്നിവിടങ്ങളിൽ ഒറ്റ മയക്ക് തന്നെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പാലത്തിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ ചിത്രം മാറാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ തുറവൂർ സൈഡിൽ എത്തിയിട്ടുണ്ട്. തുറവൂർ ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ദൂരത്തിൽ, ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ നടന്ന ഭാഗത്ത്, അതായത് ഗഡർ വെച്ച ഭാഗത്ത് കോൺക്രീറ്റിനുള്ള ഷട്ടറിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാ പ്ലൈവുഡ് വെച്ചിട്ടുള്ള ഷട്ടറിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റ് അല്ല. ഷീറ്റ് ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഷട്ടറിങ്ങിൻ്റെ പരിപാടികൾ എളുപ്പത്തിൽ തീരും. കാരണം പിന്നെ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഇവിടെ
ഈ ഒരു തരത്തിലുള്ള ഷട്ടറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം പ്ലൈവുഡ് ഇവിടുന്ന് ഊരിക്കൊണ്ടേറ്റുമാണ് അപ്പുറത്തേക്ക് പിന്നെ ഷട്ടറിംഗ് പരിപാടികൾ നടത്താൻ. ഷീറ്റാകുമ്പോൾ ഊരിക്കൊണ്ടുപോകുന്ന പരിപാടികളൊന്നും നടക്കൂല, എളുപ്പത്തിൽ പണികൾ തീർക്കാം. വട്ടപ്പാറ വയഡക്റ്റിലും കോഴിക്കോട് KMC കമ്പനിയും പല കമ്പനികളും ഷീറ്റ് ഉപയോഗിച്ചിട്ട്, കണ്ണൂർ ബൈപ്പാസിലൊക്കെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് തുറവൂർ ടൗണിൽ വെച്ച് അരൂരിൽ നിന്ന് തുടങ്ങിയ പാത 12.75 കിലോമീറ്റർ നീളമുള്ള പാത തുറവൂർ ടൗണിൽ വന്ന് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. 7 ഗർഡറാണ് ഒരു സ്പാനിടയിൽ വെക്കുന്നത്. 32 മുതൽ 38, 40 മീറ്റർ വരെ നീളമുള്ള സ്പാനുകളാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേയിലുള്ളത്. 353 പിയറാണ് ടോട്ടൽ, 353 പിയർ കേട്ടോ. ഏതായാലും ഒറ്റത്തൂണിലെ 6 വരി മേൽപ്പാലം, ഇതിൻ്റെ പണി കഴിയുമ്പോൾ നമുക്കെന്താണ് അഭിമാനിക്കാം. എഞ്ചിനീയറിംഗ് വിസ്മയം എന്നല്ലാതെ ഇതിനെപ്പറ്റിയൊക്കെ പിന്നെ എന്താ പറയുക. ഒറ്റത്തൂണിലെ 6 വരി മേൽപ്പാലം. അപ്പോൾ ഏതായാലും പണി കഴിയുന്നതോട് കൂടിയിട്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു ഭാഗമാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. ഏതായാലും പണികളൊക്കെ എളുപ്പത്തിൽ തീരട്ടെ. ഇതാണ് അവസാന പിയർ 353 തുറവൂർ ഭാഗത്ത്. തുറവൂർ ഈ ജംഗ്ഷൻ എടുക്കണേ, ആ ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള പിയറാണ് പിയർ നമ്പർ 353. അരൂർ ഭാഗത്ത്, അരൂർ ആ ക്ഷേത്രം ഉള്ള ഭാഗത്തു നിന്ന് തുടങ്ങുന്നതാണ് പിയർ നമ്പർ 1. പിയർ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഹോളുണ്ട്. ആ ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പികളും നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ബീം ടൈറ്റ് ചെയ്ത് നിർത്തുന്നത്. കാരണം നല്ല ഭാരമുള്ള 7 ഗർഡറാണ് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളത്. അപ്പോൾ മാഞ്ഞാളക്കളി നടത്തിക്കാന്നുണ്ടെങ്കിൽ സാധനം നിലത്തുണ്ടാകും. അപ്പോൾ നല്ല ഹൈ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, സേഫ്റ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, അതായത് ഇത് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വർക്ക് ക്വാളിറ്റി ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഏതായാലും മഹാരാഷ്ട്രയിലുള്ള അശോക കമ്പനി നല്ല വേഗത്തിലും നല്ല സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പാലത്തിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എളുപ്പത്തിൽ പണികൾ തീരട്ടെ. പിന്നെ ഈ ഒരു ഭൂപ്രകൃതി ഇങ്ങനെ ആയതുകൊണ്ട് ബോർപെയിലിങ്ങിലുള്ള കാലതാമസം, അതുകൊണ്ട് പണിക്ക് കുറച്ച് ലാഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആലപ്പുഴ ജില്ലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ പണി നടക്കുന്ന അരൂർ തുറവൂർ ഭാഗത്തെ NH66 വിശേഷങ്ങൾ. അപ്പോൾ മാക്സിമം എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണി നടക്കാത്ത ചില ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാ ഭാഗവും പരമാവധി പണി നടക്കുന്ന ഭാഗമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാഴ്ചകളൊക്കെ ഒരേപോലെ ആയിരിക്കും. ഫുള്ളായിട്ട് പാലാകുമ്പോൾ കാണുന്നതൊക്കെ ഒരേപോലെ തോന്നും. അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്താണ് പാട്, ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കേണ്ടി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.